Engineer K. Ashraf Ali is not only an engineer but an industrial psychologist. അദ്ദേഹം ICECയുടെ കരുത്തനായ പബ്ലിക് റിലേഷൻസ് ഓഫീസറാണ്. is a PhD scholar, environmental engineer, NLP trainer and psychologist. You are welcome for presidential address. You are energetic, enthusiastic, enigmatic PR is coming to the stage. Put your hands together. Okay. Good evening. Once again, I most welcome all of you to the launching ceremony. Most respected Kerala Region Chairman, Professor Sajan Sir, Integrated Civil Engineers Council, Kerala Region Convener, Structural Engineer Divya Divakar, ICC former Convener Structural Engineer Rahis Sir, Integrated Civil Engineers Council, ICC UE Forum Coordinator, Structural Engineer Nawaz Sir, Assistant Coordinator, Environment Engineer Manu Sir, and Kerala Region State Executives, Zonal Executives and Chapter Executives, especially and other civil engineers. Firstly, I would like to congratulate the coordinators, Engineer Nawaz Sir and Manu Sir, their dedicated effort for this program. Please give a clap. നല്ലൊരു ക്ലാപ്പ് അവർക്ക് കൊടുക്കാം. കാരണം ഈയൊരു കൊച്ചു കേരളത്തിൽ നിന്നും വന്നുകൊണ്ട് നമ്മുടെ ഈ മനോഹരമായ ശാന്തസുന്ദരമായ ഈ ഒരു രാജ്യത്ത് വന്നുകൊണ്ട് ICCയുടെ ഒരു പ്രോഗ്രാം നടത്താൻ ഇതിൻ്റെ പിറകിൽ നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വിലപ്പെട്ടത് അവൻ്റെ സമയമാണ്. ആ സമയങ്ങളെല്ലാം ഇതിന് മാറ്റിവെച്ചുകൊണ്ടാണ് അവർ അഹോരാത്രം പ്രവർത്തിച്ചത്. തീർച്ചയായും രണ്ടുപേരും എൻ്റെ മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗിൻ്റെ ബാച്ച് മീറ്റാണ്, ക്ലാസ്മേറ്റും കൂടിയാണ്. ഓക്കെ, താങ്ക് യു നവാസ് സാർ ആൻഡ് മനു സാർ. അതിലെല്ലാം ഉപരി നിങ്ങളുടെ വിലയേറിയ സമയം നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പ്രവാസ ലോകത്ത് നമുക്കറിയാം, സമയം 24 മണിക്കൂറിന് 48 മണിക്കൂർ കിട്ടിയാലും തികയാത്ത ഒരവസ്ഥ അല്ലേ? ഇവിടുത്തെ ട്രാവലിങ്, മറ്റുള്ള കാര്യങ്ങൾ ഏറ്റവും വലിയ സന്തോഷത്തിലാണ്. കാരണം നിങ്ങളുടെ സമയം മാറ്റിവെച്ച് നിങ്ങൾ ഈ ഒരു എളിയ ക്ഷണം സ്വീകരിച്ച് എത്തി. ICCയുടെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. എല്ലാവരും നമ്മളെ പാർട്ടിസിപ്പൻസ് ഒരു ക്ലാപ്പ് കൊടുക്കുക. ഓക്കെ, ഇൻ്റഗ്രേറ്റഡ് സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ICC UAE ഫോറത്തിൻ്റെ ഈ സ്വപ്ന സംഗമത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ ഇന്നത്തെ ഈ സ്വപ്ന സംഗമത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ആദ്യമായി നന്മകൾ നിറഞ്ഞ, സന്തോഷങ്ങൾ നിറഞ്ഞ ഒരു സുന്ദര സുദിനം ആദ്യമായി ഞാൻ ആശംസിക്കുകയാണ്. ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ICC, the most important two goal, firstly knowledge updation and knowledge sharing, secondly higher education. അതായത് സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ അഡ്വാൻസ്ഡ് ടെക്നോളജിയെക്കുറിച്ച്, അതിനൂതന സാങ്കേതിക വിദ്യകൾ അതിവേഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവയെക്കുറിച്ച് കൃത്യമായി എക്സ്പീരിയൻഷ്യൽ ലെവലിൽ പഠിക്കാൻ, തിയറിയല്ല പ്രാക്ടിക്കലുമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്പീരിയൻഷ്യൽ ലെവലിൽ പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2022 സെപ്റ്റംബർ 15 ചരിത്രമുറങ്ങുന്ന നമ്മുടെ കൊച്ചു കേരളത്തിലെ കോഴിക്കോടിൻ്റെ മണ്ണിൽ സിവിൽ എഞ്ചിനീയറിംഗിലെ നമ്മുടെ എല്ലാം അഭിമാനമായ പത്മവിഭൂഷൺ എഞ്ചിനീയർ ഈ ശ്രീധരൻ സാറാണ് ഇതിന് ജന്മം നൽകിയത്. ആ 2022 സെപ്റ്റംബർ 15 തൊട്ടുകൊണ്ട് നമ്മുടെ ജൈത്രയാത്ര ഇന്നിവിടെ ഈ ഷാർജയിൽ ഈ ചരിത്ര ഹാളിൽ വന്ന് നിൽക്കുകയാണ്.
നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. കാരണം ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കേരളത്തിൽ കണ്ടക്ട് ചെയ്തു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ അറിവ് വർദ്ധിപ്പിക്കുവാൻ. തീർച്ചയായിട്ടും ഈ യുടെ മണ്ണിൽ നമുക്ക് സിവിൽ എഞ്ചിനീയറിനെക്കുറിച്ച് പഠിപ്പിക്കുവാനും നമുക്കൊരു പ്ലാറ്റ്ഫോം നമ്മൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. തീർച്ചയായും അതിന് മുൻകൈയെടുത്ത നവാസ് സാറും മനോജ് സാറും അവർ തീർച്ചയായും ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് അപ്ഡേഷന് വേണ്ടി ഒരുപാട് അവരും നമ്മളെ കൂടെ നാട്ടിൽ ചേർന്ന് നിന്നവരാണ്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, എന്താണ് ഹയർ എഡ്യൂക്കേഷൻ? അതായത് ദ സീക്രട്ട് ഓഫ് അല്ലെങ്കിൽ മിറാക്കിൾ ഓഫ് ദി ഹയർ എഡ്യൂക്കേഷൻ. അതായത് ICCൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, നമുക്കറിയാം ബിടെക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഹയർ എഡ്യൂക്കേഷൻ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് അതിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പോൾ ബിടെക് കഴിഞ്ഞ ഒരാളെ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MTech എടുക്കുവാനും PG എടുക്കുവാനും, PG കഴിഞ്ഞ ആളുകളെ നമുക്ക് PhD ജോലിയോടൊപ്പം PhD ചെയ്യാൻ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചെയ്യാൻ ആവശ്യമായ ഗൈഡ് ലൈൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രവാസികളായ നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹയർ എഡ്യൂക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, നമ്മളുടെ കയ്യെത്തും ദൂരത്താണ് PGയും PhDയും എല്ലാം. PhD എങ്ങനെ ചെയ്യാം എന്ന് ഒരു വർഷം റിസർച്ച് ചെയ്ത ആളാണ് ഞാൻ. എങ്ങനെ ഇതിലേക്കൊന്ന് എൻട്രി ചെയ്യാം, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു മേഖലയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം PhD എന്നുള്ളത്. എന്നാൽ ICCയുടെ പ്ലാറ്റ്ഫോമിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന 20ഓളം ആളുകൾ ഇന്ന് PhD ഡൽഹിയിലും ചെന്നൈയിലുമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ICCയുടെ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻ്റായിട്ട് നമ്മൾ കണക്കാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രവാസികളായ എനിക്ക് ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ എൻ്റെ സിവിൽ എഞ്ചിനീയേഴ്സിനോട് പറയുവാനുള്ളത്, അതിനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ICC പ്ലാറ്റ്ഫോം. റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അതോ വേൾഡ് റാങ്കിങ്ങിൽ നല്ല റാങ്കിങ്ങുള്ള യൂണിവേഴ്സിറ്റി കോളേജസുമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളൊന്ന് പഠിക്കാൻ, നമുക്കറിയാം എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വീപ്പൺ വിച്ച് ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. കാരണം സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ലോകം തീർക്കേണ്ട ആളുകളാണ്. വിച്ച് ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ലോകത്തിനെ തന്നെ നമുക്കൊരു എഞ്ചിനീയർക്ക് മാറ്റിമറിക്കാം. ഒരു സംശയമില്ല, സിവിൽ എഞ്ചിനീയർ ഇല്ലാത്തൊരു ലോകം. എന്നോട് എപ്പോഴും പലരും ചോദിക്കും ഏതാ ബ്രാഞ്ച്. എഞ്ചിനീയറിംഗിൽ സിവിൽ മാത്രമേ ബ്രാഞ്ചുള്ളൂ. ഞാൻ തമാശ രൂപത്തിൽ അവരോട് പറയും. കാരണം ഒരു സിവിൽ എഞ്ചിനീയർ ഇല്ലാത്ത ഒരു ലോകം നമുക്ക് ചിന്തിക്കാൻ കഴിയുകയില്ല. ഓക്കെ, അപ്പോൾ ഈ 2 അൾട്ടിമേറ്റ് ഗോളും മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ 2022 സെപ്റ്റംബർ 15 നമ്മൾ ഇതിനെ ഇനാഗുറേഷൻ ചെയ്ത് കേവലം 3 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു പ്രൊഫഷണൽ ബോഡി, ഈ ഒരു സിവിൽ എഞ്ചിനീയേഴ്സ് കൗൺസിൽ ഇതിവിടെ ശക്തിപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരണം. ഒരാൾക്കും നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു എഫർട്ട് ഇതിൻ്റെ അകത്തുണ്ടാവില്ല. അതായത് വെബിനാറുകൾ, സെമിനാറുകൾ, ഇൻഡസ്ട്രിയൽ വിസിറ്റുകൾ. ഇനി നാളെ ഇൻഡസ്ട്രിയൽ വിസിറ്റുണ്ട്. അത് നിങ്ങളുടെ ജോലിക്ക് ആവില്ല എങ്കിൽ നാളെ എല്ലാവരും ആ ഇൻഡസ്ട്രിയൽ വിസിറ്റിൽ പങ്കെടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് നോളജ് അപ്ഡേഷനിലേക്ക് പോകാൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനമായി ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ സംഗമത്തിന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളുടെ വാല്യുബിൾ സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത മുഴുവൻ സിവിൽ എഞ്ചിനീയേഴ്സെയും ഹൃദയത്തിൽ നിന്നുള്ള നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നതോടൊപ്പം ഈ ഫോറം ലോഞ്ചിന് വേണ്ടി നമ്മൾ ഇത് അനൗൺസ് ചെയ്തപ്പോൾ കേരളത്തിൽ നിന്നും നേരത്തെ ദിവ്യാദിവാകർ മാം പറഞ്ഞതുപോലെ സ്വന്തം പോക്കറ്റിൽ നിന്നും കാശ് ചെലവഴിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന ICCയുടെ മുഴുവൻ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും മുക്തകണ്ഠം പ്രശംസിക്കുന്നു, അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇവയുടെ എല്ലാവിധ ഭാവി പ്രവർത്തനങ്ങളും വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് I conclude my words. Thank you for your time. Thank you very much.